ഹലോ, ഇത് 2-3 മാസത്തെ വീഡിയോ ക്ലബ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഏപ്രിലിൽ ഒരു ദിവസം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഹോസ്റ്റലിൽ എന്തെങ്കിലുമൊക്കെ ചെടി നട്ടു വെക്കണമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയ ഒരു കോവൽ ഞാനിങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കായ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റേജസ് കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാനിതുപോലെ തണ്ണിമത്തൻ്റെ വിത്തിട്ടിട്ടുണ്ടായിരുന്നു. വഴിയിൽ നിന്ന് കുറച്ച് മണ്ണും പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ചാണകപ്പൊടിയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് ഹോസ്റ്റലിൽ കുറച്ച് സാധനങ്ങൾ നട്ടു വെച്ചാലോ എന്ന് ഇങ്ങനെ തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കുപ്പി കട്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് മല്ലി ഇതുപോലെ തന്നെ കുതിർത്തിട്ട് പാകി നോക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഈ മത്തയുടെ വിത്തുണ്ടായി നിൽക്കുന്ന എല്ലാം കൂടെ ഒന്ന് എവിടെയെങ്കിലും ഒരു കുപ്പിയിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു, നട്ടു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മല്ലിയും പാകാം. ഇന്ന് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫുള്ളായിട്ട് കാണണം കേട്ടോ. കൃഷി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമുക്ക് ഏത് സ്ഥലത്താണെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ തണ്ണിമത്തൻ്റെ വിത്ത് നട്ട് വെച്ചു. ഇനി കുറച്ച് മുളക് നമുക്ക് പാകാം. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ചില്ലി, കടയിൽ നിന്ന് വാങ്ങുന്ന ചില്ലി ഇതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ വിത്ത് വെറുതെ മണ്ണിൽ ഇട്ട് വെച്ചു കേട്ടോ. എനിക്ക് ആ പാടി ഒറ്റ ചാക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ റൂമിൽ കുറച്ച് ചെടികളും ഉണ്ട്. ഞാൻ മത്തൻ്റെ വിത്ത് പാകി അവിടെ കൊണ്ടുപോയി വെച്ചേ. ഇതിൻ്റെ ഈ കൃഷി ഞാൻ ഇത്രയും ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കൃഷി എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഹോസ്റ്റലിൽ ഒരു ചെറിയ ചാക്കിൽ കുറച്ച് മണ്ണ് എനിക്ക് കിട്ടി. അതിനകത്താണ് ഞാൻ ഈ കോവൽ കൊണ്ട് നട്ടിരിക്കുന്നത്. ഇതിൻ്റെ അവസ്ഥ ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ വള്ളിയൊക്കെ വീശുന്ന സമയത്ത് ഞാൻ ഈ കയറിലോട്ട് വെറുതെ ഈ വള്ളി വെച്ച് കൊടുത്ത് നെക്സ്റ്റ് ഡേ രാവിലെ നോക്കുമ്പോൾ അതിൽ ചുറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എന്നെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കൃഷി ചെയ്യുന്നത്. ഇതിനെന്തെങ്കിലും കീടബാധ വരുമെന്നൊന്നും അറിയത്തില്ല. ഇനി മണ്ണില്ലാതെ കുറച്ച് കൃഷി ചെയ്ത് നോക്കിയാലോ. അതായത് നമ്മൾ മൈക്രോഗ്രെയിൻസ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇത് നമ്മൾ ഏപ്രിൽ 19 ഇത് ചെയ്യുന്നത്. മിനറൽ വാട്ടറിൻ്റെ കുപ്പി ഇതുപോലെ 4 എടുക്കുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് നിറച്ചും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരു ദിവസം മുക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചെറുപയർ അതിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോ ആവശ്യത്തിന് വേണ്ടിയൊക്കെ അടിപൊളിയായിട്ടും ഡയറ്റ് നോക്കുന്നവർക്കെല്ലാം നല്ലതാണ് ഈ മൈക്രോഗ്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് നമ്മൾ ഈ ചാക്കിനകത്ത് വിട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ ഏപ്രിൽ 29 ഏകദേശം ഒരു 10 ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ഇത് ഇത്രയും കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇത് നമുക്ക് തോരൻ വെക്കുവോ അല്ലെങ്കിൽ നമ്മൾ ഉപ്മാവിനകത്ത് ഇടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചീരത്തോരൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടാം കേട്ടോ. അപ്പം ഞാൻ വീണ്ടും കോവലിൻ്റെ ചുവട്ടിൽ വന്നു. കോവൽ അങ്ങനെ വളർന്നു തുടങ്ങി. മൈക്രോഗ്രെയിൻസ് നമ്മൾ ഈ ചാക്കിലിട്ടതും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്നൊക്കെ ഞാൻ എടുത്ത ഇടയ്ക്ക് തോരൻ്റെ കൂടെയും അതുപോലെ ഉപ്മാവ് വെക്കുമ്പോഴൊക്കെ ഇടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. എല്ലാം ഇങ്ങനെ കിളിർത്ത് കയറി വന്നുകൊണ്ടേ ഇരിക്കും. നമുക്ക് വേഗം തന്നെ മണ്ണില്ലാതെ നമുക്ക് ഹോസ്റ്റലുകളിലാണെങ്കിൽ പോലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കുവേ. ഇത് നമ്മളെ ഇരട്ടി ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഞാൻ ഒരുപാട് ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ചീരത്തോരനോ അല്ലെങ്കിൽ തന്നെ തോരൻ വെക്കാനോ ഒക്കെ ചെയ്യും. ഞാൻ ഇതുപോലെ ചീര വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൂടെ കട്ട് ചെയ്തിടുമായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്ക് എനിക്ക് ചെറിയ ഉപ്പുമാവിനകത്തൊക്കെ ഇടാൻ പറ്റുന്ന അത്രയും കിട്ടുമായിരുന്നു കേട്ടോ. വീണ്ടും നമ്മൾ ഇതിനകത്ത് ഇട്ടാൽ മതി. അതിങ്ങനെ കിളിർത്ത് വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. ആദ്യം നമ്മൾ ഫെയിലിയറാന്ന് വിചാരിച്ചത് ഇങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഒരു 29 30 ആയപ്പോഴത്തേക്കും നല്ലതായിട്ട് നമുക്ക് കിട്ടിത്തുടങ്ങി. ഇതെൻ്റെ ബ്രോക്കൺ വീറ്റിൻ്റെ ഉപ്പുമാവിൻ്റെ വെള്ളമാണ് കേട്ടോ തിളയ്ക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഇടുന്ന കൂടെ തന്നെ ഇതും ഇടാം. എനിക്ക് ഇടയ്ക്ക് വാക്കിങ്ങിന് പോയപ്പോൾ ഒരു ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എഡിബിൾ ആണോ എന്ന് അറിയത്തില്ല. എങ്കിൽ പോലും ഞാൻ കൊണ്ട് നട്ട് വെച്ചു. പക്ഷേ ആ ചീര രക്ഷപ്പെട്ടു പോയില്ല. പക്ഷേ ജൂലൈ ആയപ്പോഴത്തേക്കും ഉണ്ടല്ലോ എൻ്റെ ഈ കോവൽ നാശമായി പോയി ഗൈസ്. എന്തൊക്കെയോ പ്രാണി അതിൽ കയറിയിട്ട് വെള്ളിച്ച ശല്യം എല്ലാം ആയിട്ട് നിൽക്കുകയായിരുന്നു. മഴ പെയ്യാതൊക്കെ നിന്ന സമയത്തായിരുന്നു. ഞാനാണെങ്കിൽ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്ന് എൻ്റെ കോവൽ നശിച്ചു തുടങ്ങുന്ന കണ്ടു. ഒരു കായോ പൂവോ കാണാതെ തന്നെ അത് പോകാൻ തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പച്ചമുളകൊക്കെ ഞാൻ എടുത്ത് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാത്തിനും കൂടി ഈ ഒരു ചാക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ എവിടെ ആണെങ്കിലും നമുക്ക് ചെറിയ രീതിയിലൊരു കൃഷി ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഗൈസ്. അപ്പോൾ ഹോസ്റ്റലിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കുമ്പോഴത്തേക്കാണ് എനിക്കൊരു പുതിനയുടെ തൈ, അതായത് നമ്മൾ വാങ്ങുന്ന പുതിന വെറുതെ നട്ട് വെച്ചാണ് കേട്ടോ, മിൻറ്റ് ലീവ്സ്. അതെനിക്ക് ഇത്ര ആയി കിട്ടി ഗൈസ്. ഇത് രക്ഷപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. എന്നാലും ഞാനിങ്ങനെ വെയിലത്തൊക്കെ വെച്ച് അതിനെ ഇടയ്ക്ക് രക്ഷപ്പെടുത്താറുണ്ട്. എനിക്കെപ്പോഴും ഈ സ്റ്റേജിൽ നിൽക്കുന്ന എൻ്റെ കോവലിനാണ് കേട്ടോ ഓർമ്മ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഗൈസ്. എനിക്ക് രക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ബൈ ഗൈസ്.